എപ്പോഴെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? ക്രഷ് തോന്നിയിട്ടുണ്ടോ? എന്നുണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ സെലിബ്രിറ്റിയോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോട് നിങ്ങൾക്ക് തോന്നുന്നത് പ്രണയമൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വെറുതെ ഉണ്ടാക്കിയെടുത്ത ഒരു ഫാൻറ്റസി മാത്രമാണിത്. ഫോൺ സ്ക്രീനിലെ കുറച്ച് പിക്സലുകളും വീഡിയോകളും വെച്ച് നിങ്ങളുടെ മനസ്സുണ്ടാക്കിയെടുത്ത ഒരു മായക്കാഴ്ച. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യം എന്താണെന്നോ? ഈ കാണുന്നതൊക്കെ വെറും തോന്നലാണെന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ തലച്ചോറിന് കഴിയില്ല. ആ സെലിബ്രിറ്റിക്ക് നിങ്ങളെ അറിയാമെന്നും അവർക്ക് നിങ്ങളോട് എന്തോ ഉണ്ടെന്നുമൊക്കെ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ വെറുതെ വിശ്വസിപ്പിക്കുകയാണ്. സത്യത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു സ്ട്രേഞ്ചർക്ക് വേണ്ടി നിങ്ങളുടെ മെൻ്റൽ എനർജി നിങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിയാണ്. ഇതൊരു സൈലന്റ് അഡിക്ഷനാണ്. എന്തിനാണ് നമ്മളിങ്ങനെ അപരിചിതരുടെ പുറകെ നടക്കുന്നത്? ഇതിന് പിന്നിലെ ആ ഞെട്ടിക്കുന്ന സയൻസ് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ നിങ്ങൾക്ക് അവരെ നോക്കാൻ കഴിയില്ല, ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് വല്ലാത്തൊരു മാനസിക അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു തരം മായാലോകത്താണ് ജീവിക്കുന്നതെന്ന് പറയാം, ഡിലൂഷനിൽ. നിങ്ങൾ വീക്കായതുകൊണ്ടല്ലോ കേട്ടോ സംഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ തലച്ചോറിനെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ടാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾ നിങ്ങളുടെ തലക്കുള്ളിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ പേരറിയില്ല, നിങ്ങളോട് സംസാരിച്ചിട്ടില്ല, പോട്ടെ നിങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ നിങ്ങൾ അവരെക്കുറിച്ച് സ്വപ്നം കാണുന്നു, അവരുടെ വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുന്നു, സിനിമകൾ കാണുന്നു. അവർ കാരണം നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്നു. സത്യം പറയട്ടെ, ഇതൊരു കണക്ഷനല്ല. അവരുടെ കുറേ ഫോട്ടോകളും കുറേ വീഡിയോ ക്ലിപ്പുകളും കണ്ട് മാത്രം നിങ്ങളുടെ മനസ്സുണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണിത്. നിങ്ങൾ അവരുടെ വീഡിയോ കൂടുതൽ കാണുന്തോറും നിങ്ങളുടെ തലച്ചോറ് ആ വിടവുകൾ ഇങ്ങനെ നികത്തും. പതുക്കെ പതുക്കെ അവർ നിങ്ങൾക്ക് വല്ലാതെ പരിചിതമായ ഒരാളായി തോന്നും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആരോ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നി തുടങ്ങും. പക്ഷേ ഇതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല. നിങ്ങളുടെ ഉള്ളിലെ ഏതോ ഒരു ശൂന്യത നികത്താൻ വേണ്ടി നിങ്ങളുടെ മനസ്സ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപമാണത്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പതുക്കെ പതുക്കെ നിങ്ങളുടെ ശരിക്കുള്ള ബന്ധങ്ങളെല്ലാം ഇല്ലാതാകും. അവസാനം ആ മായക്കാഴ്ചകൾക്ക് പിന്നാലെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടേയിരിക്കും. സീൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ തലച്ചോറ് പണ്ടത്തെ കാലത്തുള്ളതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ജീവിച്ചിരുന്നൊരു കാലം. ആ ഒരു കാലമല്ലേ? അന്ന് നമ്മൾ കണ്ടിരുന്ന മുഖങ്ങളെല്ലാം നമുക്ക് നേരിട്ട് അറിയാവുന്നവരോ അല്ലെങ്കിൽ തൊടാൻ പറ്റുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് കാര്യങ്ങൾ മാറി. ഓരോ ദിവസവും നമ്മൾ ആയിരക്കണക്കിന് മുഖങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെലിബ്രിറ്റികൾ, ഇൻഫ്ലുവൻസേഴ്സ്, ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ലുക്കിലും സ്റ്റൈലിലും നിൽക്കുന്നവർ. ഇത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറൊന്ന് കൺഫ്യൂസ്ഡ് ആകും. തലച്ചോറ് വിചാരിക്കും ഇത്രയും വലിയ പദവിയുള്ളവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ നിലനിൽപ്പിന് നല്ലതാണ് എന്ന്. പണ്ട് കാലത്ത് വലിയ ആളുകളുമായി ബന്ധമുണ്ടാകുന്നത് ഭക്ഷണത്തിനും സുരക്ഷയ്ക്കൊക്കെ ഗുണകരമായിരുന്നു. അതുകൊണ്ട് തന്നെ തലച്ചോറ് അവരെ സ്പെഷ്യലായിട്ട് കാണും, അവരെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പഴയ ശീലത്തെ ഇന്നത്തെ ടെക്നോളജി അങ്ങ് എന്താ പറയുക ഹൈജാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുത്തിരുന്ന അതേ സ്നേഹവും ഇമോഷനും ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അറിയുക പോലും ഇല്ലാത്ത ആരോ ഒരാൾക്കാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ആ കളി നോക്കാം നമുക്ക്. ഓരോ തവണ അവരൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോറി ഇടുമ്പോഴും അതും അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കി ചിരിക്കുമ്പോഴും നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസാകും. ഈ ലഹരിക്കൊക്കെ അടിമപ്പെടുമ്പോൾ നമ്മുടെ തലച്ചോറ് റിലീസ് ചെയ്യുന്ന അതേ കെമിക്കൽ തന്നെയാണിത്. ഇതിലൊരു ട്രിക്ക് എന്താണെന്നോ? ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ വിശ്വസിപ്പിക്കും. അവർ വീഡിയോയിൽ വന്നിട്ട് ലവ് യു ഗൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെ പതുക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും. എന്നിട്ട് പറയും അവർ എന്നെയാണ് സ്നേഹിക്കുന്നതെന്ന്. അവർ ക്യാമറയിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നേരിട്ട് ഐ കോണ്ടാക്ട് നടക്കുന്ന പോലെയാണ് നിങ്ങളുടെ ബ്രെയിൻ അത് കണക്കൂട്ടുന്നത്. നിങ്ങളുടെ തലച്ചോറിലെ വെൻട്രൽ സ്ട്രേറ്റം അഥവാ ഒരു റിവാർഡ് സെൻറ്റർ ഉണ്ട്, അതങ്ങ് കത്തിക്കയറും. ആ നിമിഷം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായതാണെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കും. പക്ഷെ സത്യത്തൊന്നുമല്ല, ഇതൊരു കണക്ഷനേ അല്ല. നിങ്ങൾ അതിലേക്ക് വട്ടം കറക്കി വീഴ്ത്താൻ വേണ്ടി കൃത്യമായി ഡിസൈൻ ചെയ്ത ഒരു മായക്കാഴ്ച മാത്രമാണിത്. ഇനിയാണ് കളി കുറച്ചുകൂടി സീരിയസ് ആകുന്നത്. നിങ്ങൾ വെറുതെ അവരെ നോക്കി ഇരിക്കുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ മനസ്സിലുള്ള നല്ല ക്വാളിറ്റികളെല്ലാം അവരുടെ മേലെ അങ്ങ് ചാർത്തി കൊടുക്കുകയാണ്. നിങ്ങൾ തന്നെ പറയും അവർ ഭയങ്കര പാവാണ്, അല്ലെങ്കിൽ നല്ല ഡീപ്പായ ക്യാരക്ടറാണ്, അവർക്ക് എന്നെ മനസ്സിലാവും എന്നൊക്കെ. പക്ഷേ സത്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒരു മണ്ണകട്ടി അറിയില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെച്ച് നിങ്ങളിങ്ങനെ പടച്ചുണ്ടാക്കുന്ന രൂപമാണിത്. ഇതിനെ ഐഡിയലൈസ്ഡ് പ്രൊജക്ഷൻ എന്നാണ് പറയുന്നത്. ഇതിന് ഇത്രയും പവർ ഇട്ട ഒരു കാരണമുണ്ട്. നേരിട്ടുള്ള ബന്ധങ്ങളുള്ള പോലെ അവരൊരിക്കലും നിങ്ങളെ തള്ളി പറയില്ല, നിങ്ങളെ റിജക്റ്റ് ചെയ്യില്ല, നിങ്ങളോട് തർക്കിക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറ് വിചാരിക്കും ഈ തല്ലുപിടുത്തവും പ്രശ്നങ്ങളുള്ള നമ്മുടെ ശരിക്കുള്ള മനുഷ്യരെക്കാൾ എത്രയോ നല്ലതാണ് ഇവരെന്ന്. കാരണം ശരിക്കുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ നല്ല എഫേർട്ട് വേണം, വിട്ടുവീഴ്ചകൾ ചെയ്യണം, ഇടയ്ക്ക് സങ്കടപ്പെടേണ്ടി വരും. പക്ഷേ ഈ സെലിബ്രിറ്റിയുമായുള്ള ബന്ധത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഒരു എഫേർട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു ഫേക്ക് പെർഫെക്റ്റ് റിലേഷൻഷിപ്പ്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് കേട്ടോ.
ആരും അറിയാതെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വലിയൊരു വില. ഓരോ ദിവസവും മണിക്കൂറുകളോളം നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവാക്കുന്ന ഈ മെൻ്റൽ എനർജി സത്യത്തിൽ നിങ്ങളുടെ റിയൽ ലൈഫിനാണ് ബാധിക്കുന്നത്. നിങ്ങളുടെ ശരിക്കുള്ള ബന്ധങ്ങൾ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത്, ഇതിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന സമയമാണ് നിങ്ങളവിടെ കളയുന്നത്. ഇതിനെ നമുക്ക് ഒരു ഇമോഷണൽ ടാക്സ് എന്ന് വിളിക്കാം. തിരിച്ചൊന്നും തരാത്ത ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയവും ശ്രദ്ധയും സമാധാനവും നിങ്ങൾ ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ പതുക്കെ നിങ്ങൾ ശരിക്കുള്ള ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. എന്താണെന്നോ, ഈ കൂടെയുള്ള മനുഷ്യർ ചിലപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കും, അല്ലേ? ചിലപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കും, റിജക്റ്റ് ചെയ്യും. പക്ഷേ ഈ സെലിബ്രിറ്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് പതുക്കെ ഒരു സേഫ്റ്റി നോക്കും. ഒറിജിനൽ ലൈഫിലെ റിസ്ക് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ മായാലോകത്ത് സുഖമായിരിക്കുന്നതാണെന്ന് അത് നമ്മളെ വിശ്വസിപ്പിക്കും. ഇനി നമ്മുടെ നാട്ടിലെ കാര്യം ഒന്ന് എടുത്ത് നോക്കിയേ. ഇവിടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പാണ്, അല്ലേ? കുടുംബമായാലും കൂട്ടുകാരായാലും നമ്മൾ ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നവരാണ്. ആ ഒരു കമ്മ്യൂണിറ്റി ഫീൽ നമ്മുടെ രക്തത്തിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ അവസ്ഥ ആകെ മാറി. നമ്മുടെ ആ പഴയ സ്വഭാവം ഈ പുതിയ ഡിജിറ്റൽ ലോകം തമ്മിൽ ഇപ്പോൾ ഒരു വമ്പൻ കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. സത്യത്തിൽ മനുഷ്യരോട് നേരിട്ടെടുക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിലെ ഇവരും ആർട്ടിഫിഷ്യൽ അടുപ്പങ്ങളാണ്. ഇത് നമ്മുടെ ഉള്ളിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. നിങ്ങൾക്ക് എല്ലാവരോടും വല്ലാത്ത അടുപ്പം തോന്നും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നും. എല്ലാവരും നിങ്ങളെ കാണുന്നുണ്ടെന്ന് തോന്നും. പക്ഷേ ആരും നിങ്ങളെ കാണുന്നില്ല എന്നാണ് സത്യം. ഈ ഒരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ. അതായത് ഒരേ സമയം എല്ലാവരോടും കണക്റ്റഡ് ആണെന്ന് തോന്നുകയും എന്നാൽ തനിച്ചാവുകയും ചെയ്യുന്ന ഒരു ഫീല്. അതാണ് ഇന്നത്തെ കാലത്ത് ഈ മോഡേൺ ലോൺലിനെസ് അഥവാ ഈ പുതിയ തരം ഏകാന്തതയുടെ മെയിൻ കാരണം. ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് സെലിബ്രിറ്റികളെ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നതാണ്. അവർ നമ്മളൊരാളെ പോലെ സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ? അതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അവരുടെ ചെറിയ കുറ്റങ്ങളും കുറവുകളും പോലും നമ്മൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ചെയ്തതാകാം. എന്തിനാണെന്നോ? എങ്കിലേ നമുക്ക് അവരോടൊരു വിശ്വാസം തോന്നും. ഒരിക്കലും ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് വരും നമുക്ക്. അതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരാൾ കാണാൻ നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ അയാൾ സ്വഭാവത്തിലും ബുദ്ധിയിലുമൊക്കെ പുലിയായിരിക്കുമെന്ന് നമ്മുടെ തലച്ചുറങ്ങ് ഉറപ്പിക്കും. സത്യത്തിൽ നിങ്ങൾ അവിടെ ഒരു മനുഷ്യനല്ല കാണുന്നത്, മറിച്ചൊരു ബ്രാൻഡിനെയാണ്. നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ അവരുണ്ടാക്കിയെടുത്ത ഒരു വെറും ഇമേജ് മാത്രമാണത്. അപ്പോൾ നമ്മുടെ ഈ നഷ്ടപ്പെട്ട പവർ അങ്ങനെ തിരിച്ചു പിടിക്കാം. ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ. സത്യത്തിൽ എൻ്റെ ലൈഫിൽ എന്തിൻ്റെ കുറവാണ് ഞാൻ ഈ സെലിബ്രിറ്റിയിലൂടെ നികത്താൻ നോക്കുന്നത്? അതൊരു കൂട്ടുകെട്ടാണോ, ഫ്രണ്ട്ഷിപ്പാണോ, മറ്റുള്ളവരുടെ അംഗീകാരമാണോ, അതോ ലൈഫിലെ ടെൻഷനിൽ നിന്നുള്ള ഒരു എസ്കേപ്പാണോ? ഇതെന്താണെന്ന് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ എനർജി ശരിയായ വഴിക്ക് തിരിച്ചുവിടാൻ പറ്റും. സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാതെ ശരിക്കുള്ള മനുഷ്യരോട് സംസാരിക്കുക. അവരുമായി നല്ല റിയൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ ഈ കൊതിക്കുന്ന സ്നേഹവും അടുപ്പവും ഒന്നും ഒരിക്കലും ഒരു ഫോൺ സ്ക്രീനിൽ നിന്ന് കിട്ടില്ല. നിങ്ങൾ നേരിട്ട് കാണുന്ന, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന, നിങ്ങളുടെ സങ്കടത്തിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരിൽ നിന്ന് അത് കിട്ടും. നോക്കൂ, ഇങ്ങനെയൊക്കെ തോന്നുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരാണെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം. പക്ഷേ നിങ്ങളുടെ ഈ ഇമോഷണൽ എനർജി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത തവണ ആ ഒരു സെലിബ്രിറ്റിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നുമ്പോൾ, ഒരു ക്രഷ് തോന്നുമ്പോൾ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, ഞാൻ ശരിക്കും ഒരാളുമായി കണക്റ്റ് ആവുകയാണോ, അതോ എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണോ? കാരണം ആദ്യത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തെ വളർത്തും, രണ്ടാമത്തേത് പതുക്കെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കും. ഇപ്പോൾ കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇനി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു സെലിബ്രിറ്റിയോട് ക്രഷ് വന്നിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തേക്കുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.